ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് മണ്ണൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇലക്കറികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലക്കറികൾ വെള്ളത്തിൽ തന്നെ ഉണ്ടാക്കാം, വേറെ ഒന്നും വേണ്ട നമുക്ക്. അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ നമ്മൾ പുതിന വെള്ളത്തിൽ വളർത്തുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് തന്നെ ഉണ്ടാക്കിയതാണ് ഇതും. ഇപ്പോൾ ഉലുവയുടെ ചീരയും അതുപോലെ തന്നെ കടുകും കൂടെ ഇട്ടുള്ള വളർത്തിയിട്ടുള്ള അതിൻ്റെ ഇലയും കൂടിയിട്ടാണ് ഞാനിപ്പം ഉണ്ടാക്കിയിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ രണ്ട് മെത്തേഡിൽ ഇവിടെ കാണിക്കുന്നുണ്ട്, ഒന്ന് വെള്ളത്തിലും അതുപോലെ തന്നെ പിന്നെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും. പക്ഷേ എനിക്ക് തോന്നുന്നത് ബെറ്റർ ആയിട്ടുള്ളത് വെള്ളത്തിൽ തന്നെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക്. അപ്പം മണ്ണില്ലാത്തവർക്കൊക്കെ ശരിക്കും നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഇപ്പം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, എന്ന് വെച്ചാൽ ഉലുവ എടുത്തിട്ടുണ്ട്, അതുപോലെ കടുകും എടുത്തിട്ടുണ്ട്. രണ്ടെണ്ണത്തിൻ്റെയും കാണിക്കുന്നുണ്ട്. അപ്പം ഉലുവ ഇപ്പം ഞാൻ 2 ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് 3-ാമത്തെ ദിവസം വെള്ളം മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നനഞ്ഞ് ടവൽ കൊണ്ട് വെച്ചിട്ട് അതിനെ സ്പ്രൗട്ടാക്കി എടുത്ത് അതിൻ്റെ ആ ഒരു ഇതൊക്കെ മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആദ്യം. ഇനി നമ്മൾക്ക് ഇതൊന്ന് വിതറിയിടാൻ വേണ്ടിയിട്ട് ഒരു മൂടി വേണം എന്തിൻ്റെങ്കിലും. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബോക്സ് നമ്മൾക്ക് ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ അതിൻ്റെ മൂടി എടുത്താലും മതി. അതിന് ഞാനിപ്പം ഇവിടെ എനിക്ക് സാധാരണ നമ്മൾ ഭക്ഷണമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ മൂടിയിൽ ഇങ്ങനെ ഞാൻ ഓട്ട ഉണ്ടാക്കി എടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഈ മുകളിൽ കാണുന്ന ഇത് കണ്ടോ, അങ്ങനത്തെയൊക്കെ ബാസ്ക്കറ്റ് പോലത്തെ ഉണ്ടെങ്കിൽ ശരിക്കും അതാണ് ബെറ്റർ ആയിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട്. അതിലാകുമ്പോൾ നമ്മൾക്ക് വിതറി ഇടുകയും ചെയ്യാം, നന്നായിട്ട് വേര് താഴോട്ട് ഇറങ്ങി വരികയും ചെയ്യും. ഇതിപ്പോൾ നമ്മളായിട്ട് ഹോൾ ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ അഥവാ ഇതില്ലെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഹോളുള്ളതുപോലെ എടുത്തിട്ട് ഇങ്ങനെ വിതറി ഇടുകയാണ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ഉലുവ എടുക്കുക, മുളപ്പിച്ച ഉലുവ ഉണ്ടല്ലോ, അതെല്ലാം ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്തിടാം. നമ്മൾ മാക്സിമം സ്പ്രെഡ് ചെയ്തിടണം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതേ ഇതിൻ്റെ തന്നെ ആ ഒരു മൂടി ഫിറ്റായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പാത്രം വേണം താഴോട്ട്. അതിൽ വെള്ളം നിറച്ചിട്ട് വെക്കണം നമ്മൾ. ഇതുപോലെയാണ് വെക്കേണ്ടത്. എന്നുവെച്ചാൽ നമ്മുടെ ഇത് വലുതാവുന്ന സമയത്ത് വേര് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ആ വെള്ളത്തിൽ തട്ടണം. അപ്പോൾ ആ വെള്ളം തട്ടുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഉലുവയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ വെച്ച് കഴിയുമ്പം പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പം ഇല വരും. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇല വരുന്നത് വരെ സൂര്യപ്രകാശം തട്ടാതെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. പറ്റുവാണെങ്കിൽ ഒരു നനഞ്ഞ തുണി അതിൻ്റെ മേളിൽ ഇട്ടിട്ട് വെക്കണം. ഇല വന്ന് തുടങ്ങുമ്പം ചെറിയ ഗ്രോത്ത് ആയിട്ട് ഇല ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെ അത് സൂര്യപ്രകാശം തട്ടുന്ന അവിടെ തന്നെ വെക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് ഇല വരുള്ളൂ. ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് അധികം സൂര്യപ്രകാശം തട്ടാത്ത ഒരു സ്ഥലത്താണ്. കാരണം ഇവിടെ അത്ര വെയിലില്ല, തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. ശരിക്കും പറഞ്ഞാൽ 4 ഡിഗ്രിയിലൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ അതിൻ്റെ വളർച്ച അത്ര നല്ലതല്ലാത്ത വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ചീര ഉണ്ടായിട്ട് വരും. അപ്പം അങ്ങനെ ഉലുവ ഉണ്ടാക്കി ഇതിപ്പം ഞാൻ കാണിക്കുന്നത് 10 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ്, വ്യൂ ആണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾക്കൊരു 14 to 20 ദിവസം, 20-ാമത്തെ ദിവസം ശരിക്കും നമ്മൾക്ക് ഇതിൻ്റെ ഇല കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ തുടങ്ങാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പം ഇതുപോലെ വേരൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും. എത്ര കൂടുതൽ വയ്ക്കുന്നോ അത്രയും കൂടുതൽ നമ്മൾക്ക് ഇല ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ കുറച്ച് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വെച്ചതേ ഉള്ളൂ, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീട്ടിൽ. ഇപ്പോൾ ഉലുവ കണ്ടില്ലേ, ഉലുവ ചീര നമ്മൾക്ക് വീട്ടിലേ ഉണ്ടാക്കാം. പിന്നെ കസ്തൂരി മേത്തി ഇല്ലെങ്കിൽ ഈ ഉലുവ നമ്മൾക്ക് ഇതിൻ്റെ ഇല കട്ട് ചെയ്തിട്ട് ഉണക്കിയിട്ട് പൊടിച്ചിട്ട് കസ്തൂരി മേത്തിയായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ഞാനിനി കടുകും ചെയ്യാൻ പോകണം. പക്ഷേ കടുക് വെള്ളത്തിലല്ല ചെയ്യുന്നത്, ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം കടുക് ഞാൻ ഒരു ദിവസം കുതിർത്തിട്ടുള്ളൂ. ഇത് കുതിർത്തതിന് ശേഷം നേരിട്ട് ഞാൻ അതിനെ ടിഷ്യൂ പേപ്പറിലോട്ട് വിടർത്താൻ പോവാണ്. സ്പ്രൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല, മറ്റേ നമ്മൾ ഉലുവയിൽ ചെയ്ത പോലെ ഒന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റായിട്ട് നമ്മൾക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ എല്ലാം ഇതുപോലെ കുറച്ചിങ്ങനെ പിച്ചി കീറിയിട്ട് ഈ ഗ്ലാസ്സിനകത്താണ് ഇടുന്നത്. ഗ്ലാസ്സിനകത്ത് ഇടേണ്ട, നിങ്ങൾക്ക് കുറച്ച് പരന്നിട്ടുള്ള എന്തെങ്കിലും പാത്രങ്ങൾ വേണം അതിൽ ചെയ്യണമെങ്കിൽ അതിലും ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പക്ഷേ ടിഷ്യൂ പേപ്പർ അതിൽ വെക്കണമെന്നേ ഉള്ളൂ. ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇനി ഇത് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ കടുകുണ്ടല്ലോ, കടുക് കുതിർത്ത് വെച്ച ഒരു ദിവസം വെച്ചത്, അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അത് ജസ്റ്റ് എല്ലാം ഒന്ന് പരത്തി ഇട്ട് കൊടുക്കണം, എല്ലാം ചെയ്യണം. അതിന് ശേഷം
ഇതിൽ സ്പ്രൗട്ട് വരാത്തതുകൊണ്ട് ഞാനൊരു നനഞ്ഞ ടിഷ്യൂ പേപ്പർ അതിൻ്റെ മുകളിലോട്ട് വെക്കുന്നതും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇല വന്നതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ മാറ്റണം. ഇതിപ്പോൾ ഇല വന്നിട്ടുണ്ട്, അതൊരു 2 ദിവസം കഴിയുമ്പോൾ നമ്മൾക്ക് ഇല വന്ന് തുടങ്ങും. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ടിഷ്യൂ പേപ്പർ മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾക്ക് എപ്പോഴും വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്ന് വെച്ചാൽ ടിഷ്യൂ പേപ്പർ നനഞ്ഞ് തന്നെ ഇരിക്കണം, ഒരിക്കലും ഉണങ്ങാൻ അനുവദിക്കരുത്. ഇപ്പോൾ ഇല വന്നതിന് ശേഷം നമ്മൾക്കിനി സൂര്യപ്രകാശം തട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കണം. അങ്ങനെ വെച്ചിട്ട് വേണം വളർത്താൻ. അപ്പോൾ ശരിക്കും നല്ലതായിട്ട് തന്നെ ഇതിലും ഇലകളൊക്കെ വന്നോളും. പിന്നെ മുൻപ് ഞാൻ ഉലുവയുടെ കാര്യം പറഞ്ഞപ്പം പറയാൻ വിട്ടുപോയതായിരുന്നു. നമ്മൾ വെക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റണം. ഒരു 3 ദിവസം കൂടുന്തോറും മാറ്റണം, ഇല്ലെങ്കിൽ അതിൻ്റെ ആ കളറ് മാറി തുടങ്ങില്ലേ, ആ ഒരു സമയത്ത് വെള്ളത്തിൻ്റെ കളറ് മാറി തുടങ്ങുന്നത് കാണുമ്പോൾ നിങ്ങൾ മാറ്റണം കേട്ടോ, വെള്ളം മാറ്റണേ. അപ്പം ഇതുപോലെ ഇതിൻ്റെയും ഗ്രോത്ത് ഞാനിങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു ഗ്ലാസ്സിനകത്ത് വെച്ചതുകൊണ്ട് ഇതിങ്ങനെ കുഴിക്കാത്ത പോലെ ഇരിക്കുവാണ്. പക്ഷേ ശരിക്കും നമ്മളൊരു പരന്ന പ്ലേറ്റിലോ അല്ലെങ്കിൽ കുഞ്ഞ് പിഞ്ഞാണങ്ങളോ അല്ലെങ്കിൽ അങ്ങനത്തെ ബൗൾ പോലത്തെയൊക്കെ ഉണ്ടാവില്ലേ, അതിനകത്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ അടുത്ത് ഉള്ള സംഭവം വെച്ചിട്ട് ഞാനിങ്ങനെ ചുമ്മാ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ശരിക്കും നമ്മൾക്ക് ഈ ഇലക്കറികളുണ്ടല്ലോ നല്ല ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളതാണ് ഇതിലൊക്കെ. ജസ്റ്റ് വളർന്ന് വരുന്ന ആ ടൈമിൽ നമ്മൾ കട്ട് ചെയ്യുന്നതാണല്ലോ, എന്ന് വെച്ചാൽ 20 ദിവസത്തിലാണ് നമ്മളിത് ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മൾക്കിപ്പം ചപ്പാത്തിയുടെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അതല്ലാതെ തന്നെ ഒരുപാട് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഇത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഇതിനൊരു ചിലവും ഇല്ല. നമ്മുടെ അടുക്കളയിൽ തന്നെ ഇപ്പോൾ എന്ത് വേണേലും, ഇതുപോലെ ഉലുവ, കടുക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അതുമാത്രമല്ല കടല, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, ചെറുപയർ, എന്തിന് വേണമെങ്കിലും ഇത് മുളപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ മുളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ ഇല കഴിക്കുമ്പോൾ ശരിക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതിപ്പോൾ ഞാനിത് ആ ഗ്ലാസ്സിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കേട്ടോ, കാരണം അത് ഭയങ്കര കുഴിയായിട്ടിരിക്കുന്നതുകൊണ്ട് ഇത്തിരി വെള്ളം ഒഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ മാറ്റിയതാണ്. അപ്പോൾ ആ സൺലൈറ്റ് തട്ടാത്ത അവിടെയൊക്കെ കണ്ടോ കുറച്ച് മഞ്ഞ കളറായിട്ടിരിക്കുന്നുണ്ട് ഇലയൊക്കെ. അപ്പോൾ ഇത് ശരിക്കും സൂര്യപ്രകാശത്തിൽ തന്നെ തട്ടണം ഇലകളൊക്കെ, എന്നാലേ നന്നായിട്ട് വളരുള്ളൂ. അപ്പം ഇത് കണ്ടില്ലേ, നമുക്ക് മണ്ണിൻ്റെയും കൂടെ ആവശ്യമില്ല. ശരിക്കും നമ്മൾ ഈ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് വളരെ ഉപയോഗപ്പെടുന്നതാണ് ഇത്. മണ്ണില്ലാതെ തന്നെ നമുക്ക് വീട്ടിനകത്ത് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. പിന്നെ ഇതിപ്പം ഞാൻ കാണിക്കുന്നത് 12 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. ശരിക്കും 14 അല്ലെങ്കിൽ ഒരു 20 ദിവസം കഴിയുമ്പോൾ നമ്മൾക്ക് ആ ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മുടെ കറിയായിട്ട് ഉപയോഗിക്കാനും തോരൻ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാം. 20 ദിവസമാണ് മാക്സിമം. ഒരുപാട് വലുതാവാൻ നിൽക്കരുത്. നന്നായിട്ട് വലുതായിട്ട് നമ്മൾ ചീര കഴിക്കാമെന്ന് അങ്ങനെ വിചാരിക്കരുത്. കാരണം ഒരുപാട് വലുതാവുമ്പോഴത്തേക്കും അതിൻ്റെ പ്രോട്ടീൻസും അല്ലെങ്കിൽ അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ കുറഞ്ഞു തുടങ്ങും. അപ്പോൾ ആ ഒരു ലെവലിൽ മാക്സിമം 20 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ 14 ദിവസം കഴിയുമ്പോൾ തന്നെ അതിൽ ഇലകളൊക്കെ നന്നായിട്ട് വന്നു തുടങ്ങും. അപ്പം ലാസ്റ്റിലെ 20 ദിവസത്തിന് ഉള്ളിലുള്ള ഇലയാണ് നമ്മൾ ശരിക്കും കട്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കേണ്ടത്. അപ്പം എല്ലാവരും ഇത് എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും തീർച്ചയായിട്ടും നല്ലൊരു എളുപ്പമാണ് ഇത്. ഒരു ബുദ്ധിമുട്ടുമില്ല. 20 ദിവസം കൊണ്ട് തന്നെ നമ്മൾക്കൊരു ഇലകൾ നമ്മൾക്ക് കിട്ടും കറി വയ്ക്കാനായിട്ട്. അപ്പം ഇതുപോലെ കടുക് മാത്രമല്ല, ഉലുവയല്ല, ബാക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കടലയും എല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.